യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹം നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ജീവിത ദുഃഖങ്ങളിലും ജീവിത പ്രയാസങ്ങളിലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു തണൽ മരമാണ് നമ്മുടെ അമ്മ. ഈ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മെ കരം പിടിച്ച് അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിച്ച് വഴി നടത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ തണൽ, അതാണ് പരിശുദ്ധ കന്യകാമറിയം. യഹൂദ സ്ത്രീകൾ സാധാരണയായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടിൽ കെട്ടി കുഞ്ഞുങ്ങളെ താരാട്ട് പാട്ട് പാടി ഉറക്കും. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ അമ്മമാരും നമ്മളെ താരാട്ട് പാട്ട് പാടി ഉറക്കി. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത്, യഹൂദ സ്ത്രീകൾ തൊട്ടിൽ കെട്ടി കുഞ്ഞുങ്ങളെ താരാട്ട് പാട്ട് പാടി ഉറക്കിയിരുന്നത് സങ്കീർത്തനം പാരായണം ചെയ്തായിരുന്നു. അതിനാൽ തന്നെ സങ്കീർത്തനം പാരായണം ചെയ്ത് ആണ് കുഞ്ഞുങ്ങളെ ഉറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതലേ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ഈ വചനം കേട്ടാണ് അവർ വളരുക. ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിത ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവരെ ശക്തിപ്പെടുത്തിയിരുന്നത് തീർച്ചയായിട്ടും ഈ സങ്കീർത്തനമായിരുന്നു. ഉണ്ണിയേശുവിനെയും അമ്മ മറിയം താരാട്ട് പാട്ട് പാടി ഉറക്കിയത് പരിശുദ്ധമായ സങ്കീർത്തനങ്ങൾ പാടിയായിരുന്നു. അതുതന്നെയായിരുന്നു ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും ചിലപ്പോഴൊക്കെ അവന് ഭ്രാന്താണെന്നും അവൻ പിശാചുക്കളുടെ തലവനാണെന്നും പരിഹാസവുമൊക്കെ യേശുവിനെ നേരിടേണ്ടി വന്നു. തിരുവചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 പറയുന്നുണ്ട്, സഹനദാസനെ കുറിച്ച് പറയുമ്പോഴും ആ സഹനങ്ങളിലൂടെയൊക്കെ നടന്നു പോയപ്പോൾ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും പരിഹസിക്കുകയും അവനെ അധിക്ഷേപിക്കുകയും അവനെ താടിരോമങ്ങൾ വലിച്ചു പറിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും സഹിക്കാനുള്ള കരുത്ത് കിട്ടിയത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ കുഞ്ഞുനാളിൽ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച സങ്കീർത്തനം തന്നെയായിരുന്നു, ദൈവത്തിൻ്റെ വചനമായിരുന്നു. കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്കുള്ള യാത്രയിലും യേശുവിന് ശക്തി കൊടുത്തത് പരിശുദ്ധ അമ്മയുടെ ഈ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. അമ്മ പഠിപ്പിച്ച വചനമായിരുന്നു. കുരിശിൽ 3 ആണികളിന്മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ടപ്പോഴും ആ കുരിശിൽ അവസാനത്തുള്ള രക്തവും ജലവും ഒഴുക്കിക്കൊണ്ടും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ നിമിഷത്തിൽ യേശുവിനെ ശക്തിപ്പെടുത്തിയതും പരിശുദ്ധ അമ്മ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനയായിരുന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാവരും പിരിഞ്ഞുപോയി, ആരും കൂടെയില്ല. കൂടെ ഉണ്ടായിരുന്നവരും അപ്പം ഭക്ഷിച്ചവരും അത്ഭുതങ്ങൾ കണ്ടവരും വചനം കേട്ടവരും എല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ യേശു ആ ഏകാന്തതയുടെ നിമിഷത്തിൽ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഏൽ ഏൽ ലാമാ സബക്താനി, എൻ്റെ ദൈവമേ എന്തിന് നീ എന്നെ കൈവിട്ടു എന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 22-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം. എൻ്റെ പിതാവ്, എന്തുകൊണ്ട് നീ എന്നെ സഹായിക്കാൻ വരുന്നില്ല, നീ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് വളരെ സങ്കടത്തോടുകൂടെ ചോദിക്കുന്ന ഹൃദയം, നമ്മുടെയൊക്കെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ആ ഒരു വാക്ക് കർത്താവ് പിതാവിനോട് ചോദിക്കുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തി ഉപേക്ഷിച്ച് കടന്നുപോയപ്പോൾ പിതാവ് പോലും തന്നെ ഉപേക്ഷിച്ചോ എന്ന് പിതാവിനോട് കർത്താവ് ചോദിക്കുകയാണ്, എന്തിനാണ് എൻ്റെ ദൈവമേ എന്നെ നീ ഉപേക്ഷിച്ചതെന്ന്. എന്നാലും ആ ഒരു നിമിഷത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയെങ്കിലും തന്നെ പിതാവ് ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്നുള്ള ബോധ്യം യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ അമ്മ മാതാവ് ചൊല്ലിക്കൊടുത്ത ആ സങ്കീർത്തനം 31:5 ഇപ്രകാരം പറയുന്നുണ്ട്, പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ട് യേശു മരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മെ ശക്തിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വചനങ്ങളാണ്. കുടുംബത്തിൽ പരിശുദ്ധ അമ്മ യേശുവിനെ ശക്തിപ്പെടുത്തിയത് കുഞ്ഞുനാളിൽ ചൊല്ലിക്കൊടുത്ത സങ്കീർത്തനങ്ങളായിരുന്നു. ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ
ശക്തിപ്പെടുത്തുന്നത് ആ വചനങ്ങൾ തന്നെയാണ് എന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രക്ഷുബ്ധമായിട്ടുള്ള ചില അവസരങ്ങളിൽ നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം നിന്നെ ചൊല്ലിപ്പഠിപ്പിച്ച ഒരമ്മ, അമ്മയെ ഓർത്ത് ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കൂടാതെ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. ഓരോ ബലിയിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഞാൻ മണ്ണൂർ ഇടവകയിലായിരുന്നപ്പോൾ അവിടുത്തെ സുപ്പീർ എന്നോട് ഇപ്രകാരം, എനിക്ക് എൻ്റെ നാമഹേതുക തിരുനാളിൻ്റെ സമയത്ത് ആശംസകൾ നേർന്നപ്പോൾ ഇപ്രകാരം ഒരു സംഭവം പറയുകയുണ്ടായി. ഓരോ വൈദികൻ്റെയും ജീവിതത്തിൽ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പണം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ വൈദികൻ്റെ പിന്നിൽ ഉണ്ടാകുമെന്ന്. സിസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? കാരണം ഓരോ വൈദികനും തൻ്റെ പുത്രനായ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ ആ തളികയിൽ യേശുവിൻ്റെ ശരീരവും പാനപാത്രത്തിൻ്റെ രക്തവും എടുത്തുയർത്തുമ്പോൾ പരിശുദ്ധ അമ്മ വൈദികൻ്റെ പിന്നിൽ നിൽക്കുന്നു. കാരണം തൻ്റെ മകനെ ഈ ലോകത്തിനു വേണ്ടി സമ്മാനിച്ച അമ്മ തീർച്ചയായും മകനെ എല്ലാ മക്കളുടെ ആത്മാവിന് വേണ്ടി അവരുടെ ജീവിതം രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അമ്മ ഓരോ പുരോഹിതൻ്റെയും പിന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു. ദേവാലയത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന വേദനകളും അവൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും അവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവൻ ഏക ആശ്രയം ഈ അമ്മ തന്നെയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറി നിൽക്കുന്ന അവർക്ക് ആശ്വാസമായി മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറയുന്നുണ്ട്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അതുപോലെ ഓരോ പുരോഹിതനും അൾത്താരയിൽ നിന്ന് തൻ്റെ പുത്രൻ്റെ ശരീരവും രക്തവും എടുത്ത് ഉയർത്തി വാഴ്ത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അൾത്താരയ്ക്ക് ചുറ്റും നിങ്ങൾ വട്ടം ചുറ്റി നിന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരിൻ്റെയും വേദനയുടെയും പ്രശ്നങ്ങളെയും ദുരിതങ്ങളുമൊക്കെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്ന ഒരമ്മ പുരോഹിതൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇപ്രകാരം തൻ്റെ തിരുക്കുമാരനോട് ആവശ്യപ്പെടുകയാണ്, ഈ മക്കൾ കണ്ണുനീരിലാണ്, വേദനയിലാണ്, ദുഃഖത്തിലാണ്, മകനെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത, നമ്മുടെ നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടതാണ് പരിശുദ്ധ അമ്മ. അമ്മയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയും അമ്മയെ മാറ്റി നിർത്തി നമുക്കൊരു നിമിഷം ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ചൂടേറിയ കഷ്ടതകളും ദുഃഖങ്ങളും മാറി മാറി നമ്മുടെ ജീവിതത്തെ തളർത്തുമ്പോൾ നമുക്ക് വേണ്ടി തണലായി, തണൽ മരമായി, നമുക്ക് ആശ്വാസമായി, ആലംബമായി തൻ്റെ നീല മേലങ്കി കൊണ്ട് നമ്മളെ ചുറ്റി ചേർത്ത് പിടിച്ച് ആ മേലങ്കിക്കുള്ളിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുടെ കരം എല്ലായ്പ്പോഴും ജീവിതത്തിലുടനീളം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, അമ്മയിൽ അഭയം പ്രാപിക്കുക, അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി. നസ്രത്തിലെ കുടുംബത്തിൽ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അമ്മ ആ കുടുംബത്തിന് ശക്തിയായിരുന്നതുപോലെ നമ്മുടെ ജീവിതം തളരുമ്പോൾ, തകരുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നൗക ഈ ലോകമാകുന്ന കടലിൽ മുങ്ങിത്താഴുമ്പോൾ പരിശുദ്ധ അമ്മയെ നോക്കി, അമ്മേ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ആ ഒരു സ്നേഹം നമ്മുടെ കൂടെ, നമ്മുടെ അരികിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടെയുണ്ട്. ആ മടിത്തട്ടിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ജീവിതത്തിലെ ഓരോ നിമിഷവും തളരുമ്പോഴും, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നാം വീഴാനായിട്ട് പോകുമ്പോഴും അഥവാ വീണ്ടു പോകുമ്പോഴും അമ്മയും നമുക്ക് മുറുകെ പിടിക്കാം. അമ്മ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആരും തളർന്നു പോകേണ്ട. നമ്മളെ സംരക്ഷിക്കുവാൻ നമുക്ക് മാധ്യസ്ഥം യാചിക്കാൻ, തിരുക്കുമാരനോട്, പുത്രൻ തമ്പുരാനോട് നമുക്ക് അപേക്ഷിക്കുവാൻ ഒരമ്മ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ തിരുക്കുമാരനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിനെ ഈ ലോകത്തിന് വേണ്ടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൽ ഞങ്ങൾ തളരുമ്പോൾ, ജീവിത ദുഃഖങ്ങൾ ഞങ്ങൾ പതറിപ്പോകുമ്പോൾ ഞങ്ങൾക്കെന്നും മാധ്യസ്ഥം യാചിക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം നിൻ്റെ തിരുമുമ്പിൽ വന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും ഒരുക്കണമേ. ഓരോ ദിവസവും ഞങ്ങൾക്ക് അവിടുന്ന് ശക്തി നൽകണമേ. ആമേൻ.